നമുക്ക് ഫസ്റ്റ് കുഞ്ഞ ട്രീറ്റ് ചെയ്യണ്ട. ഫസ്റ്റ് കുഞ്ഞ് വന്നപ്പോഴേക്കും ഞങ്ങൾ എല്ലാവരും സോപ്പിട്ട് ഷോപ്പ് അടിച്ചു കഴിഞ്ഞ് നമ്മള് തിരിച്ചു വരും. ഇവിടെ അടുത്തൊരു ഷോപ്പ് ഉണ്ട് ബർഗറിന്റെ, അവിടെ ജസ്റ്റ് പോയി നോക്കാന്ന് ഓർത്തിരിക്കാണ്. എന്തായാലും പോയി നോക്കാം. ഇവിടെ ഡ്രസ്സിൽ രാമിയുടെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗൈസ് വെള്ളോടത്ത് ഇരുന്ന എന്നെ കുത്തിപ്പൊക്കി ഇവര് ബർഗർ കഴിക്കണോന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നതാണ്. ആണാണ് ദിലു. നമ്മ പോണ ഷോപ്പ് മിക്കപ്പോഴും അടിച്ചിട്ടൊക്കെ ഇരിക്കും. വൈകിട്ട് രാത്രി ആവും. ഞങ്ങൾ ആ ടൈമിലാ പോയത്. രാത്രി എപ്പോഴാ പോയത്? ആ അടുത്ത് ഓപ്പൺ അല്ലെങ്കിൽ നമ്മ തിരിച്ചു വരും കേട്ടോ. അപ്പുറത്ത് ബർഗർ സ്പോട്ടിലൊന്നും പോവില്ല. അവിടെ വരെ നടക്കാൻ പറ്റില്ല. ആ വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. സന ഇവിടുത്തെ എല്ലാ വഴികളും അറിയാം. ഒരു ബർഗർ കഴിക്കൽ അപാരത. നമുക്ക് അതിന്റെ പ്രാവശ്യം പോയത് അല്ല, ഇതേപോലെ ഫുഡ് കഴിക്കാൻ കേക്ക് വാങ്ങിക്കാൻ പോയത് 1K സെലിബ്രേഷന്. ഡമ്മ ഡമ്മി അവിടെ തുറന്നിട്ടില്ലാന്ന് പറയുന്നുണ്ട്. ദിലു വാവാന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്താന്നറിയില്ല. ബർഗർ സ്ക്വയർ എന്ന് പറഞ്ഞ കടയിലാണ് നമുക്ക് കയറാൻ പോയി. അവിടെയാണ് നമ്മ ആക്ച്വലി വരാൻ ഉദ്ദേശിച്ചത്. ഇവിടെ ക്ലോസ്. കേറണോ? നമ്മ ആദ്യം പോകാനിരുന്ന ഷോപ്പ് ക്ലോസ് ആയിരുന്നു കേട്ടോ. അത് ആണ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ അത് ഓപ്പൺ ചെയ്തിട്ടുണ്ടായില്ലായിരിക്കും. അത് മിക്കവാറും രാത്രി ടൈമിലൊക്കെയാണ് ഓപ്പൺ ചെയ്യാറുള്ളത്. പിന്നെ നമ്മൾ കുറച്ചുകൂടി നടക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ഷോപ്പുണ്ട്, ബർഗർ സ്പോട്ടിൻ്റെ ഒരു ഷോപ്പുണ്ട്. അവിടെയാണ് പിന്നെ പോയത്. അങ്ങനെ നമ്മളിതേ ബർഗർ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതേ പിള്ളേർക്ക് വേണ്ടതൊക്കെ ഇതേ ഓർഡർ ചെയ്തിട്ടുണ്ട്. സാധാരണ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരെന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ പുറകെ കൂടുതലാണ് പതിവ്. അങ്ങനെ എപ്പോഴും ഒന്നും ഞാൻ പോകാറില്ലെങ്കിൽ ഇതേപോലെ വല്ലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തവണ അവരുടെ ആവശ്യം പറഞ്ഞത് ബർഗറായിരുന്നു. അപ്പോൾ വീടിൻ്റെ അടുത്താണെങ്കിൽ ഒരുപാട് ബർഗറിൻ്റെ കടകളും ഉണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും പോകാമെന്ന് വിചാരിച്ചത് പിള്ളേരെ എല്ലാവരും കൂടി പെറുക്കി എടുത്തിട്ട് ഞാൻ പോകുന്നതാണ് കേട്ടോ. നമ്മൾ ഷോപ്പിൽ പോയ ടൈമിൽ അവിടെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളിത് മാക്സിമം അവിടെ നിന്നൊരു ഫോട്ടോസൊക്കെ നന്നായിട്ട് എടുത്തായിരുന്നു. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് വരാനായിട്ട് കുറച്ച് ഡിലേ വന്നായിരുന്നു. അങ്ങനെ ഇതേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഓർഡർ ചെയ്തൊക്കെ വന്നായിരുന്നു. ആമിക്കാണെങ്കിൽ പല്ലുവേദന ഉള്ളത് കൊണ്ട് അങ്ങനെ കട്ടിയുള്ളതൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അവൾക്ക് ഞാനത് കുടിക്കാനായിട്ടുള്ള ഡ്രിങ്ക്സാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതുകൊണ്ടൊന്നും അവരുടെ ആവശ്യം തീർന്നിട്ടില്ല കേട്ടോ. നമ്മതേ ബർഗറൊക്കെ കഴിച്ച് നടന്നു വരുന്ന വഴിക്കാണ് നമ്മുടെ ഐസ് ബോളിൻ്റെ ഷോപ്പ് അവിടെ ഉണ്ടായിരുന്നത്. അത് കണ്ടതുകൂടി ഇവർക്കെല്ലാം അത് വേണമെന്നും പറഞ്ഞായി ആവശ്യം. പിന്നെ നേരെ അവിടെ കയറി പിള്ളേർക്ക് വേണ്ട ഫ്ലേവേഴ്സിലുള്ള ഐസ് ക്യാൻഡിയൊക്കെ നമ്മൾ ഓർഡർ ചെയ്തു. അപ്പോൾ എല്ലാവരും ഓറിയോ ഫ്ലേവറാണ് പറഞ്ഞത്. ഞാൻ ലിച്ചി ഫ്ലേവറാണ് കേട്ടോ പറഞ്ഞത്. ഹെസാക്ക് പൈനാപ്പിൾ ഫ്ലേവറിൻ്റെ കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഷോപ്പിലും വേറെ ആരും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളിത് സാവധാനം പയ്യെ കയറിയിട്ട് അവിടെ നിന്നിട്ട് കഴിച്ചത്. അങ്ങനെ അതെല്ലാം കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. കൈ പിടിച്ചോ. കൈ പിടിച്ചിടാ. കച്ചടത് മെൽറ്റായി പോയ. നമ്മള് ബർഗർ കഴിക്കണമെന്ന് പറഞ്ഞു വന്നിട്ട് എന്തൊക്കെ കഴിച്ചു? ഐസ് ബോൾ കഴിച്ച്, ഫ്രഞ്ച് ഫ്രൈസ്, മൊജിറ്റോ, ബർഗർ കഴിച്ചത് പോലെ ബാക്കി.
ഒന്ന് ഡാൻസ് കളിച്ചോ. എങ്ങനെ ഉണ്ടായി? നീ എന്തിട്ട് കഴിച്ചത്? ആമിക്ക് പല്ലുവേദന ആയിരുന്നുട്ടോ, അതുകൊണ്ട് ബർഗർ ഒന്നും വീട്ടിലോട്ട് എത്താറായി. ആ സമയത്ത് ഉണ്ടായി നന്നായിട്ട് മേടിച്ചു. എടുക്കാൻ പറ്റിയില്ല വീഡിയോ. സക്സസ്ഫുള്ളി. ബൈ ബൈ.